ഹെൽമെറ്റ് വെക്കുന്നത് തലയുടെ സുരക്ഷിതത്തിനാ. ആളുടെ കൂടെ നടക്കുന്നതല്ലേ, ഹെൽമെറ്റ് വെച്ചേക്കാം. തലയെങ്കിലും കേടാവേണ്ടിരിക്കും. എന്നിട്ട് സ്വപ്നം കണ്ട് നോക്കിക്കണത് ഇങ്ങോട്ട് വായോ ഹെൽമെറ്റ് വെച്ചിട്ട് നോക്കിയ ഭാര്യ ഭർത്താവ് ഇരിക്കുന്നു നോക്കിയേ. എന്തൊരു സ്നേഹത്തിലാ. ഇങ്ങനെ വേണം കപ്പിൾസ് ആയ. ഇതൊരു മാതിരി അവാർഡ് പടം പോലെ. ഇത് പഠിക്ക്. ഇതായിരിക്കുന്നത് നമ്മുടെ ഞാൻ അറിയുന്ന അരുണാണ്. ഇവര് തമ്മിൽ എന്നും തല്ലൂട്ട വഴക്കായിരുന്നു. ഇവരെന്നും തമ്മില് തല്ലൂട്ട വഴക്കായിരുന്നു. ഇപ്പൊ ഇവര് ഇണക്കിളികളെ പേര് ഇവിടെയൊക്കെ എങ്ങനെയാ വന്നത്? നിങ്ങള് തമ്മിൽ എന്നും തല്ലൂട്ടം വഴക്കല്ലൊക്കെ ആയിരുന്ന. ഇപ്പൊ എങ്ങനെ നിങ്ങൾ രണ്ടാളും കുരുവികളെ പോലെ വർത്താനം വന്നിരിക്കണ്ടല്ലോ. ഒന്നും പറയണ്ട അനിയട്ടാ, ഞങ്ങളൊരു വലിയൊരു വിഷമഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് പ്രശ്നം? എന്താ വെച്ച് കഴിഞ്ഞാ അവൾക്ക് ഡോക്ടർ എന്നാണ് റിസൾട്ട് വരുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ട് പോസിറ്റീവ് ആണല്ലോ. ഡോക്ടർ ഇനി പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല അല്ലേ? റിസ്ക് ആണ് അരുൺ. അവൾക്കിപ്പോ വേണ്ടത് സന്തോഷമാണ്. അവൾക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലും, അവൾക്ക് കൂടുതൽ ധൈര്യം കൊടുക്കും, അവൾക്ക് കുറച്ച് സപ്പോർട്ട് കൊടുക്കും. വിഷമിക്കണ്ടായിരുന്നു. മെഡിക്കൽ സയൻസിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ലേ? ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ. ധൈര്യമായിട്ടിരിക്കും, ധൈര്യമായിട്ടിരിക്കും. അനിയേട്ടാ, ഡോക്ടർ എന്നോട് അവളുടെ അസുഖം ഇന്നതാണെന്ന് പറയുന്ന നിമിഷം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഭൂമി വളർന്നിങ്ങനെ താഴേക്ക് പോയാലോ. ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. കാരണം നമ്മൾ എന്തെല്ലാം പ്രതീക്ഷകളും സ്വപ്നത്തിലാണ് വിവാഹം കഴിച്ച് കുറച്ചുനാൾ കഴിയുന്ന സമയത്ത് ഭാര്യയ്ക്ക് മാറാ രോഗമാണ്, അവൾ അധിക നാള് ഉണ്ടാകില്ല എന്ന് ഡോക്ടർ നമ്മളോട് പറയുന്ന സമയത്ത് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരാളുടെ മാനസികാവസ്ഥയിലായിപ്പോയി. നേരത്തെയൊക്കെ എന്നെ സംബന്ധിച്ച് അവള് എനിക്കൊരു തുണി അയൺ ചെയ്യുന്ന സമയത്ത് അതിലൊരു ചെറിയ ചുളിവുണ്ടെങ്കിൽ പോലും അതൊരു വലിയ പ്രശ്നമായിരുന്നു. എന്തിനാണ് പറയുന്നത്, നിസ്സാരം ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇത്തിരി ഉപ്പ് കൂടിയാൽ അന്നത്തെ ദിവസം വീട്ടിൽ പ്രശ്നമായിരുന്നു. അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ. എന്നെ സംബന്ധിച്ച് അതൊക്കെയായിരുന്നു അന്ന് എന്റെ വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു ഞാൻ എത്രത്തോളം സ്വാർത്ഥനായിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ എന്റെ ഭാര്യയെ പറ്റി ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എന്റെ സുഖങ്ങളും എന്റെ സന്തോഷങ്ങളും എന്റെ താല്പര്യങ്ങളും ഒക്കെ നിറവേറ്റാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാത്രമാണ് ഞാൻ എന്റെ ഭാര്യയെ കണ്ടിരുന്നത്. പക്ഷെ അവൾ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അനിയേട്ട അവളുടെ വാല്യൂ എനിക്ക് മനസ്സിലായത്. അവൾ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അവളെ എന്റെ മുന്നിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അവളെ കൂടുതൽ സന്തോഷവതിയാക്കുക എന്നുള്ളതാണ്. അവള് ഇനി ഈ ഭൂമിയിലുള്ള സമയം അത്രയും അവളെ ഹാപ്പി ആക്കി മുന്നോട്ട് കൊണ്ടുവന്നുള്ള. കാരണം ഡോക്ടർ പറഞ്ഞ സെന്റൻസ് ഇതാണ് ചേട്ടാ, അവള് സന്തോഷവതിയായിട്ടിരിക്കുന്ന അത്രയും നാള് അവളുടെ ആയുസ് നീട്ടി കിട്ടുന്നതാണ്. എന്താ പറയാ ചേട്ടാ, ഞാന് ആകെപ്പാടെ തകർന്ന അവസ്ഥയാണ്. ഈ ട്രാക്ടറിൽ കണ്ട വീഴുന്നില്ലേ, അതിലെ ആ കണ്ടത്തിന്റെ അവസ്ഥയാണ് ഞാനിപ്പോ. വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ കൂടിയില്ലേ. എനിക്കിപ്പോ ഇങ്ങനെ ഒരു അസുഖം വന്നു എന്ന് വെച്ചിട്ട് എനിക്ക് വിഷമം തോന്നുന്നില്ല മോളെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പോഴാണ് എനിക്ക് ശരിക്കും എൻ്റെ ഭർത്താവിൽ നിന്നും സ്നേഹം കിട്ടി തുടങ്ങിയത്. ചേട്ടനിപ്പോ എന്നെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുക ചെയ്യണത്. എത്രയും സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് എനിക്ക് ഇത്രയും പുണ്യം നിറഞ്ഞ ഒരു ജീവിതമാണ് ദൈവം തന്നത് എന്ന് മനസ്സിലായത്.
കാരണം എപ്പോഴും ചീത്ത പറയും ചേട്ടൻ. നിസ്സാര കാര്യത്തിനൊക്കെ എന്നെ എപ്പോഴും ചീത്ത പറഞ്ഞ് ഒരു സ്നേഹവും എനിക്ക് ചേട്ടൻ തന്നിട്ടില്ല. ഞാൻ എപ്പോഴും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വിവാഹ ജീവിതം, ഒരു ഭാവി ഭർത്താവ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എപ്പോഴും സ്നേഹിക്കുന്ന, എന്നെ പാർക്കിൽ കൊണ്ടുപോകുന്ന, സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന, എനിക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരുന്ന, സർപ്രൈസായിട്ട് പിറന്നാൾ ആഘോഷിക്കാൻ കേക്ക് കൊണ്ടുവരുന്ന, ഞാൻ പോലും മറന്നിരിക്കും ചിലപ്പോൾ. അങ്ങനെയുള്ള ബർത്ത്ഡേ കേക്ക് കൊണ്ടുവന്നിട്ട് തരിക, ഡ്രസ്സ് കൊണ്ടുവന്ന് തരിക, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഊണ് കഴിക്കാനിരിക്കുന്ന സമയത്ത് എന്നെ ഒപ്പം വിളിക്കുക, നീ വിളമ്പിതായെന്ന് പറയാ, ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഉരുള വായിൽ വെച്ച് തരിക. അങ്ങനെയൊക്കെയുള്ള ഒരു ഭർത്താവിനെ സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ നമ്മുടെ ചേട്ടൻ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ഇതൊന്നും അല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്, സങ്കടങ്ങൾ മാത്രം. എപ്പോഴും പരാതിയും കുറ്റം പറച്ചിലും, ഒരുപാട് എനിക്ക് സങ്കടം മാത്രം. അങ്ങനെയായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിക്കണം എന്ന് പോലും പിന്നെ തോന്നാണ്ടായി തുടങ്ങി. പിന്നെ ഇപ്പം ഈ ഒരു അസുഖം വന്ന് അറിഞ്ഞപ്പോ ചേട്ടൻ എന്നെ കൊണ്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ഒരുപാട് വർഷം ജീവിക്കണം എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ ഞാനൊരു ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതുപോലും ഞാൻ ആസ്വദിച്ചിട്ട് കുടിക്കുക. കാരണം നാളെ ഈ ചായ കുടിക്കാൻ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോ അത്രയും വിഷമം ഉള്ളിലുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഉപരി ഈ ഒരു അസുഖം വന്നപ്പോ ദൈവത്തിനോട് നന്ദിയും ചില നേരത്തെ ഞാൻ പറയാം. കാരണം അതുകൊണ്ടല്ലേ എനിക്കിപ്പോ എന്റെ ചേട്ടന്റെ ശരിക്കുള്ള സ്നേഹം. ചേട്ടനെ ഞാൻ പല രീതിയിലും കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവര് കൈകോർത്ത് നടന്ന് സ്നേഹിച്ച് നടക്കണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എന്റെ ഭർത്താവ് ഇനിയല്ലല്ലോ എന്നോട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നുക. കാരണം ഇത്രയും നല്ലൊരു സ്നേഹനിധിയായ ഭർത്താവിന് എനിക്ക് ദൈവം തന്നില്ലേ. അതിന് പക്ഷെ ആ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് അസുഖം വരില്ല. അപ്പൊ അത് വിധിയായിരിക്കും. അല്ലാതെ എന്താ പറയാ, ഇത്രയും തിരിച്ചറിവ് വരാൻ വേണ്ടിയിട്ട്, ലൈഫ് ഇത്രയും ബ്യൂട്ടി ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഡോക്ടറുടെ വായിലൂടെ തന്നെ അത് അറിഞ്ഞ് ആ ഒരു നിമിഷം വേണ്ടി വന്നു എനിക്ക്. വിഷമിക്കണ്ട ചേച്ചി, ഈ അസുഖം കൊണ്ട് ആരും ആരും വെച്ച് പോണൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ കൂടെ. ചേച്ചി വിഷമിക്കാണ്ടിരിക്കും, എല്ലാം ശരിയാവും. ഒരെ കഥ പറഞ്ഞപ്പോഴേ നമുക്ക് ജീവിക്കാൻ തോന്നണ്. നമ്മളെങ്ങനെ ഈ തല്ലുകൂടി മഴക്കൂടിയൊക്കെ ജീവിക്കുന്നത്? ഉള്ള കാലം നല്ല സൗമ്യതയില് നമുക്ക് ജീവിക്കാൻ ഏറ്റവും നല്ലത്. അടിച്ചു പൊളിച്ച് ജീവിക്കാം. ആരെപ്പോഴാണെങ്കിലും തട്ടിപ്പോവാം. അതെ, നമുക്ക് പരാതികളും പരിഭവങ്ങളും ഒന്നും ഇല്ലാതെ സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാം. അതെ, പരാതിയും പരിഭവവും ഇല്ലാതെ നമുക്ക് ജീവിക്കാം. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല. നമ്മുടെ ആയുസ് സുഷിരമുള്ള ഒരു പാത്രത്തിൽ നിന്നും ഇറ്റിറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കത് മനസ്സിലാക്കാൻ ഒരു ഡോക്ടർ വരണം, അല്ലെങ്കിൽ സ്വയം തിരിച്ചറിവുണ്ടാകണം. നമ്മുടെ പങ്കാളിയുടെ പൂർണ്ണത മറ്റൊരാളുമായി താരതമ്യം ചെയ്തല്ല നമ്മൾ അളക്കേണ്ടത്. ഓരോരുത്തരും പൂർണ്ണരാണ്. നിങ്ങളുടെ പങ്കാളിയെ അറിയാൻ, മനസ്സിലാക്കാൻ ഒരു മാറാരോഗം വരാതിരിക്കട്ടെ. ഓർക്കുക, നമ്മൾ ആരും ശ്രീരാമന്മാരല്ല. സീതയെപ്പോലൊരു പങ്കാളി ഉണ്ടാകണമെന്ന് വാശി പിടിക്കാൻ. നഷ്ടസാധ്യതയാണ് എല്ലാ ബന്ധങ്ങളുടെയും ആഴം നിശ്ചയിക്കുന്നത്. താങ്ക് യു ഓൾ.